പെട്ടെന്ന് എനിക്ക് വിസ കിട്ടുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നല്ല. ഹായ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ജർമ്മനിക്ക് സ്റ്റുഡന്റ് വിസ കിട്ടിയിരിക്കുന്ന ജിതിനാണ്. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ജിതിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. എൻ്റെ പേര് ജിതിൻ. ഞാൻ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. സോ ഇതെല്ലാം സെക്കൻഡ് മാസ്റ്റേഴ്സാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മാസ്റ്റേഴ്സ് ഞാൻ ഓൾറെഡി 2021 കംപ്ലീറ്റഡ് ആണ്. സോ ഇനി 2025 ഇന്റർനാഷണലിലേക്കുള്ള അഡ്മിഷനാണ് എൻ്റെ അയക്കുന്നത്. ഇത്ര പെട്ടെന്ന് ജർമ്മനിക്ക് വിസ കിട്ടുന്ന എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഇത്ര പെട്ടെന്ന് എനിക്ക് വിസ കിട്ടുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നല്ല. കാരണം ഏപ്രിൽ സ്റ്റാർട്ടിങ്ങോടുകൂടിയാണ് ഞാൻ AG-ലെ മെയിൻ സ്റ്റാഫായ സ്മിതു മാമിനെ കോൺടാക്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് മന്ത് തന്നെ 1 ലക്ഷം കയ്യിൽ കിട്ടി. ഓക്കെ, എന്തുകൊണ്ടാണ് ജർമ്മനി എന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണം? സോ ഇതെൻ്റെ ശ്രീങ്കൻസോളിൽ ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് മാസ്റ്റേഴ്സ് ആണ്. സോ ഫസ്റ്റ് മാസ്റ്റേഴ്സ് ഞാൻ ചെയ്തത് ഫ്രാൻസിലാണ്. സോ അവിടുത്തെ ഒരു സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീസ് നല്ല എമൗണ്ട് വരുമായിരുന്നു. പിന്നെ ജർമ്മനി വെച്ച് നോക്കുമ്പോൾ അവരുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ വളരെ മെച്ചപ്പെട്ടതാണ്. മാത്രമല്ല നമുക്ക് സെമസ്റ്റർ കോൺട്രിബ്യൂഷൻസ് ഏകദേശം വരുന്നത് 300 to 350 euros ആണ്. അത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറും അതുപോലെ തന്നെ സ്റ്റുഡൻറ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറുമാണ് എനിക്ക് ജർമ്മനി ചൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ. ഓക്കെ, വൈ ചൂസ് EAG? EAG-നെ കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ ഫ്രണ്ട് വഴിയാണ്, റോഹൻ. സോ ഞങ്ങൾ ഒരുമിച്ച് IELTS പഠിച്ചിരുന്നതാണ്. ആള് പ്രീവിയസ് മാർച്ച് ഇൻടേക്കിൽ ഓൾറെഡി പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആയിട്ടുണ്ട്. എനിക്ക് ഈ ഒക്ടോബറിലാണ് അഡ്മിഷൻ അയക്കുന്നത്. സോ അതിന് ഞാൻ AG സ്റ്റാഫ്സിനോട് എല്ലാവരും താങ്ക്ഫുൾ ആണ്. എസ്പെഷ്യലി LC മാം, സ്മൃതു മാം ആൻഡ് വിനീത മാം. സ്പോട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും അവർ എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സും അതുപോലെ തന്നെ ഫർദർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം അപ്ഡേഷൻസ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. എസ്പെഷ്യലി ഔട്ട് ഫണ്ടിൻ്റെ കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ അക്കോമഡേഷൻ പാർട്ട് എങ്ങനെ ഡീൽ ചെയ്യാം ആ കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ EFS-ൻ്റെ അപ്പോയിൻമെൻറ്റ് നമുക്കറിയാം കിട്ടാൻ ഇച്ചിരി ഡിഫിക്കൽട്ട് ആണെന്നുള്ളത്. സോ ആ സ്ലോട്ട് ഓപ്പൺ ആയപ്പോൾ തന്നെ സ്മൃതി മാം എനിക്ക് അപ്പോയിൻമെൻറ്റ് സ്ലോട്ട് അവൈലബിൾ ആണ് എന്നുള്ളതും ഇമ്മീഡിയറ്റ്ലി തന്നെ ഞാൻ EFS സ്ലോട്ട് എടുക്കുകയും വിസ എനിക്ക് 2 വീക്സിനുള്ളിൽ തന്നെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിരുന്നു എനിക്ക്. അപ്പോൾ അതിനകത്ത് ഞാൻ വളരെ ഹാപ്പിയാണ്.